പത്തനംതിട്ടയിൽ ശബരിമല പാതയിൽ അട്ടത്തോട്ടിൽ മണ്ണിടിച്ചിൽ, പാറക്കഷ്ണങ്ങളടക്കം റോഡിലേക്ക് വീണു. അയ്യപ്പൻ റോഡിലും മഴയെ തുടർന്ന് വൻ നാശമുണ്ടായി. വൈദ്യുതി ലൈനുകൾ പൊട്ടി, മരങ്ങളും ചിലകളും ഒടിഞ്ഞു വീണിട്ടുണ്ട്. മാർട്ടിൻ ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. മാർട്ടിൻ, ഈ പത്തനംതിട്ട ജില്ലയുടെ ഉൾഗ്രാമങ്ങളിൽ പ്രത്യേകിച്ചും ഈ വനമേഖലകളിൽ വലിയ മഴ പെയ്യുന്നുണ്ടെന്നാണ് വിവരം. കാരണം ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ആ പ്രദേശത്താണ്. അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? സാജിം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ പത്തനംതിട്ടയുടെ കിഴക്കൻ മേഖലകളിലെ ഉൾപ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ അവിടെയുള്ള ജനപ്രതിനിധികളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കാടുകളിൽ വലിയ തോതിലുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ശബരിമല റോഡിലടക്കം വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. റോഡുകൾ ഇടിഞ്ഞും റോഡിലേക്ക് പാറക്കല്ലും മണ്ണും വീഴുന്നൊരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ഇന്നലെയും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരുന്നു. റോഡ് ഇടിഞ്ഞു താഴ്ന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അരുവാപ്പുലം, സീതത്തോട് പോലെയുള്ള പ്രദേശങ്ങളിൽ, ഉൾപ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ പോലെയുള്ള വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അപ്പം അവിടെ നിന്നുള്ള വെള്ളമാണ് ഈ പമ്പയാറ്റിലേക്ക് ഒഴുകിയെത്തുന്നതെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഇന്നലെ രാത്രി അതിശക്തമായിട്ടുള്ള മഴയാണ് ഈ പ്രദേശങ്ങളിലുണ്ടായത്. പത്തനംതിട്ട ടൗൺ അടക്കമുള്ള പ്രദേശങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് ഇന്നലെ ഉണ്ടായത്. മാത്രമല്ല കിഴക്കൻ പ്രദേശങ്ങളിലും അതിശക്തമായിട്ടുള്ള മഴയാണ് ഉണ്ടായത്. ഇന്നലെ രാത്രി തന്നെ അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സീതത്തോട് പോലെയുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ ആളുകളെ ഒഴിപ്പിക്കുന്ന നടപടികൾ ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നു. എന്തായാലും ഇപ്പോഴും ഈ ഒരു പ്രദേശത്ത് അതിരൂക്ഷമായിട്ടുള്ളൊരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. നിരവധി പ്രദേശങ്ങളിൽ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ആ ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റുന്നതിനുള്ള നടപടികളും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും തുടരുന്നുണ്ട്. കാരണം ഈ പറയുന്ന പത്തനംതിട്ടയിലെ നിരവധി പ്രദേശങ്ങൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണെന്ന് ഒരു മാസം മുമ്പ് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. ഏതാണ്ട് 59 സ്ഥലങ്ങൾ മണ്ണിടിച്ചിൽ സാധ്യതയ്ക്കും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളാണെന്ന് ഒരു മാസം മുമ്പ് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലടക്കമുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാവുകയും അതിരൂക്ഷമായിട്ട് വെള്ളം ഒഴുകിയെത്തുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം റാന്നിയിൽ വെള്ളമുണ്ടായത്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്നലെ രാത്രിയിലും ഉണ്ടായത്. പലയിടങ്ങളിലും മണ്ണിടിച്ചിലും ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെ അവിടെയുള്ള ജനപ്രതിനിധികളും പ്രാദേശികമായിട്ടുള്ള ജനപ്രതിനിധികളും നമ്മളെ അറിയിക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു രൂക്ഷമായിട്ടുള്ളൊരു സ്ഥിതിയാണ് ഇപ്പോൾ പത്തനംതിട്ടയുടെ കിഴക്കൻ മേഖലകളിൽ ഉണ്ടാകുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ആറന്മുളയിലാണ് നിൽക്കുന്നത്. അവിടെയും സമാനമായിട്ടുള്ള രീതിയിലാണ് സ്ഥിതി ഉള്ളത്. നമ്മൾ രാവിലെ ഇപ്പോൾ ഈ റോഡ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ചെങ്ങന്നൂർ റൂട്ടിലാണ് നിൽക്കുന്നത്. ഈ റോട്ടിൽ കാണാം, രാവിലെ ഞാനിവിടെ എത്തുമ്പോഴത്തേനും ഈ റോഡിലെ വെള്ളം ഏതാണ്ട് വറ്റിയിരുന്നതാണ്. കഴിഞ്ഞ ദിവസം കയറിയിരുന്ന വെള്ളം വറ്റിയിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇതാ വീണ്ടും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വരുന്ന ഒരു 5 മിനിറ്റ് മുമ്പ് വരെ കുറച്ച് വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിരൂക്ഷമായിട്ടാണ് വെള്ളം അതിവേഗത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ റൂട്ടിലുമുള്ളത്. അതായത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത്, ഈ റോഡിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് ഏതാനും മീറ്ററുകൾക്കുള്ളിൽ അപ്പുറത്തുള്ളത് പമ്പയാറാണുള്ളത്. ഈ ആറ്റിൽ നിന്നുള്ള വെള്ളമാണ് ഇത്തരത്തിൽ ഈ പ്രദേശങ്ങളിലേക്ക് ഇരച്ചു കയറി വരുന്നത്. കഴിഞ്ഞ ദിവസം കയറി വന്ന വെള്ളം തന്നെ ഓൾറെഡി ഇവിടെ അപ്പുറത്തുള്ള കണ്ടം പ്രദേശങ്ങളിലും വീടുകളിലും നിറഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അവിടേക്കാണ് ഇപ്പോഴും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ വന്നത് കോഴഞ്ചേരി ഭാഗത്തു നിന്നാണ് നമ്മൾ വന്നത്. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നദിയിൽ അതിരൂക്ഷമായിട്ടുള്ള വെള്ളം ഉയർന്നു വരുന്നൊരു സാഹചര്യം നമ്മൾ നേരിട്ട് കണ്ടതാണ്. അവിടെ നിന്നുള്ള വെള്ളമാണ് ഇപ്പോൾ ഈ ഒരു പ്രദേശത്തോട്ട് കയറിക്കൊണ്ടിരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ കാണുന്ന റൂട്ടിലോട്ട് നമുക്ക് കാണാം, ആ ഒരു പ്രദേശത്ത് അതിരൂക്ഷമായിട്ടുള്ളൊരു വെള്ളപ്പൊക്കം തന്നെ ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. രാവിലെ ഇവിടെയാണ് ആലപ്പുഴയിൽ നിന്നും കായംകുളത്തു നിന്നും ബോട്ട് കൊണ്ട് ഇറക്കി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. ഈ ഒരു പ്രദേശത്ത് നിരവധി ആളുകൾ ഇപ്പോഴും താമസിക്കുന്നൊരു സാഹചര്യമുണ്ട്. അവിടെ ആളുകൾക്ക് സഹായം എത്തിക്കുന്നതിനായിട്ടാണ് ബോട്ട് പോയിട്ടുള്ളത്. അവിടെ നിരവധി ആളുകൾ ഇപ്പോഴും വീടുകളുടെ 2ാം നിലയിലുമായിട്ട് താമസിക്കുന്നുണ്ട് എന്നാണ് വിവരം. അവർക്ക് ഭക്ഷണവും മറ്റ് ആവശ്യ വസ്തുക്കളും എത്തിക്കുന്നതിനുള്ള ഇതിനു വേണ്ടിയിട്ട് അങ്ങോട്ട് ബോട്ട് എത്തി. ചേട്ടൻ ഇപ്പോൾ അവിടെ നിന്ന് വന്നാണ്. ചേട്ടാ അവിടെ നിന്ന് വരുന്നതാണോ? അവിടെ വെള്ളം എന്തോരുണ്ട്? വെള്ളം മുറിക്കത്തെല്ലാം കയറി, വീടിനകത്തെല്ലാം വെള്ളം എന്തോരുണ്ട്? ഇങ്ങനെ സാധനം കുറെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. 2 പെട്ടി എടുത്തോണ്ടാണ് സാധനങ്ങളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുക. ഇന്നലെ ഒത്തില്ല. കട്ടലിന് മണി വെച്ച് വെള്ളം അത്രയും പൊങ്ങൊന്നും പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ ദിവസം വെള്ളം ഇറങ്ങി പോകുന്നതിനാണ്. ഇന്നലെ ഉറങ്ങി, പക്ഷേ ഇന്ന് വീണ്ടും
ഉയർന്നു. ഓക്കെ, രാവിലെയോടെ വീണ്ടും വെള്ളം വെള്ളം. അപ്പോൾ അതുകൊണ്ട് ഇനി 2 പെട്ടികളുണ്ട്. പിന്നെ തുണിയല്ല, അതവിടെ കിടന്നുണ്ട്. ഞാൻ പോട്ടെ. ഓക്കെ, വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ഇനി? ഇപ്പം ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അവിടെ ബാക്കിയുള്ളതെല്ലാം കാലിയാക്കി. ഓക്കെ.